കരുതുവാൻ, സഹായിക്കുവാൻ, പരിപാലിക്കുവാനൊക്കെ നാം ആരെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് നോക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നാം ശ്രദ്ധിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ പലരെയും നമുക്ക് ലഭ്യമാകാറില്ല. എന്നാൽ 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ കരുതുന്ന ഒരു ദൈവം, പരിപാലിക്കുന്ന ഒരു ദൈവം, വഴി നടത്തുന്ന ഒരു ദൈവം, വീണ്ടെടുപ്പുകാരനാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത്, നനച്ചിരിക്കാത്ത സമയത്ത്, ആപൽ വേളകളിൽ, കഷ്ടസമയങ്ങളിൽ നമ്മെ കരുതി പരിപാലിച്ച് വഴി നടത്തി കരം പിടിച്ച് ഉയർത്തുന്ന ഒരു അരുമനായകൻ. അതെ, അവൻ നിങ്ങൾക്കായി കരുതുന്നു. അതുകൊണ്ട് അവങ്കിലേക്ക് നോക്കി നാം ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാഗ്ദത്ത വചനം കാണുവാൻ കഴിയുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് പറയുമ്പോൾ ഉറപ്പോടെ ദൈവസന്നിധിയിൽ കരുതലുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ തക്കവണ്ണം നാം തയ്യാറാകേണ്ടുന്നത് ആവശ്യമാണ്. അതെ, ദൈവവചനത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനം 40:17, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ ഓർക്കുന്നു. നമ്മളുടെ അവസ്ഥ എന്തെന്ന് നോക്കിയല്ല കർത്താവ് നമ്മളെ കരുതുന്നത്. നാം അവനെ എങ്ങനെ ആശ്രയിക്കുന്നു എന്നതിനനുസരിച്ചാണ് അവൻ നമ്മൾക്കായി കരുതുവാൻ ഇടവരുന്നത്. പിന്നെയും ദൈവവചനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നത്, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ എന്ന് പറയുന്നു. അതെ, അവൾക്ക് ദയ തോന്നിയില്ലെങ്കിൽ പോലും തൻ്റെ ഭക്തന്മാരെ മറന്നു കളയാത്ത ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. അതെ, നമ്മുടെ സങ്കടയാചനകൾ, നമ്മുടെ വേദനകൾ, നമ്മളുടെ ആകുലതകൾ, നമ്മളുടെ നിരാശകൾ ഒരുപോലെ കാണുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട്. അവൻ നമ്മളുടെ സങ്കടങ്ങളെ എടുത്ത് അവൻ നമ്മളെ പരിപാലിച്ച് വഴി നടത്തും. യഹോവ എൻ്റെ സങ്കടം കേട്ടിരിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ പറയുന്ന ഹാഗാറിനെ നമുക്ക് കാണുവാൻ കഴിയും. ഹാഗാർ ഒരു അടിമയായിരുന്നു. ഹാഗാർ യജമാനൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആരും സഹായിക്കാനില്ല. എങ്കിലും മരുഭൂമിയിൽ അവളെ കാണുന്ന ഒരു കർത്താവ്. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. അതെ, ജീവിതത്തിൻ്റെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും നമ്മെ കാണുന്ന ഒരു വലിയവനാകുന്ന ദൈവമുണ്ട്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നാം താഴ്ന്നു പോകുമ്പോൾ അതെ, ദൈവം നമ്മളെ കരം പിടിച്ച് ഉയർത്തുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ നിൻ്റെ പരിപാലകൻ. അതെ, അവൻ നിന്നെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, ധൈര്യത്തോടെ, ദൈവിക കരുതലുകളെ ഓർത്ത് അനുദിന യാത്രയിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതെ, യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. സ്തോത്രം. നമ്മളെ നിരസിച്ച് കളയാത്ത ഒരു ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതുകൊണ്ട് ആ ദൈവം നമ്മെ കരുതി പരിപാലിച്ച് വഴി നടത്തുന്നു. നിർണായകങ്ങളാകുന്ന ഒത്തിരി ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ അനേകർക്ക് ദൈവത്തിൻ്റെ പരിപാലന സംരക്ഷണം വലിയ കരുതലായി നിലനിന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, ഇന്ന് ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പോലെ, ക്ഷീണിച്ചവരെ പോലെ, തകർന്നവരെ പോലെ ഞാനും നിങ്ങളുമായിരിക്കുന്നെങ്കിൽ നമ്മളെ കരുതുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.